അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. വയസ്സായ ആൾക്കാരെല്ലാം മുന്നിട്ടോ. ഫസ ഇസ്മായിൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഈ ഇരുത്തം നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ശരിക്കും ഞാൻ രണ്ട് മുഖങ്ങൾ കാണുന്നുണ്ട്. എത്ര മുഖങ്ങൾ കാണുന്നുണ്ട്? രണ്ട് മുഖങ്ങൾ. ഇതിനു മുമ്പ് നമ്മൾ ഇരുന്നപ്പോഴാണ് കഴിഞ്ഞ ഞായറാഴ്ചയാണ്. വേറെന്താ പ്രത്യേകത അതിന്? ശനിയാഴ്ച അല്ലേ? ലീവിന് പോകുന്നതിന്റെ തലേന്ന് അല്ലേ? അന്ന് വേറൊരു മുഖമാണ് അല്ലേ? ഭയങ്കര ആവേശം, വലിയ എന്താ പറയാ, ഒരു എന്തോ ഒന്ന് കിട്ടാൻ പോകുന്നതിനുള്ള ഒരു എന്താ പറയാ ആഗ്രഹം അല്ലെ, ത്വരാന്നൊക്കെ പറയും ചില ആളുകൾക്ക്, ഭയങ്കര അതിയായ ആഗ്രഹത്തിന്. എന്നാൽ ഇന്നോ ഇനി കുറേ താണ്ടി കിടക്കാനുണ്ട് എന്നൊക്കെയാണ് നമ്മളെ മനസ്സിലുള്ളത്. എന്നാൽ അതിന്റെ ഇടയിൽ ചില പ്രതീക്ഷകൾ നമുക്കുണ്ട് അല്ലേ? നമ്മളൊരു യാത്ര പോകുന്നുണ്ട്. അള്ളാഹു അതിനുള്ള തൗഫീഖ് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. എന്നാല് ഞാൻ പറഞ്ഞ രണ്ട് മുഖങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് വീട്ടിൽ പോയിട്ട് നല്ല റാഹത്തായ ചില ആളുകളും ഉണ്ട്, വീട്ടിൽ പോയിട്ട് തീരെ റാഹത്താകാത്ത ആളുകൾ എൻ്റെ മുന്നിലുണ്ട്. എന്നാൽ നിങ്ങളെല്ലാവരുടെയും മുഖത്ത് ഒരു വിഷയത്തിൽ നിങ്ങൾ തൃപ്തരാണ്. എന്താണ് അത്? നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞൊരു വിഷയമായിരുന്നു അല്ലെ, നമ്മുടെ മാതാപിതാക്കൾ എന്നുള്ള ആ ഒരു വലിയ വിഷയം നമ്മുടെ ജീവിതത്തിൽ. നമ്മളെ എന്നല്ല, ആരുടെയും അല്ലെ ഏറ്റവും വലിയ കാര്യങ്ങളിൽപ്പെട്ട ഒന്നാണെന്ത്? മാതാപിതാക്കൾ എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ അന്ന് പറഞ്ഞത് ഉമ്മയാണ്, ഇന്നും നമ്മൾ പറയുന്ന ഉമ്മാനെ പറ്റിയിട്ട് തന്നെ. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ അന്ന് പറഞ്ഞിരുന്നു അല്ലെ, ആദ്യം ചോദിച്ചപ്പോ എന്താ പറഞ്ഞത്? രണ്ടാമതും എന്താ പറഞ്ഞത്? വീണ്ടും എന്താ പറഞ്ഞത്? നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാത്രമല്ല, മറിച്ച് എല്ലാവരുടെ ജീവിതത്തിലും പ്രാധാന്യമുള്ള ആളാണ്. ഒരിക്കൽ മഹാനായ ഒരു സഹാബിയുടെ അടുത്തേക്ക് ഒരാൾ കടന്നു വരുന്നുണ്ട്. സഹാബി, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. കേട്ടിട്ടില്ലേ? വന്നിട്ട് ചോദിക്കുന്നുണ്ട്. അയാൾ വലിയൊരു തെറ്റ് ചെയ്തിട്ടാണ് വന്നത്, വലിയൊരു മഹാപാപം ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, അയാൾ കടന്നു വന്നത്. അയാൾ ചോദിക്കുകയാണ്, ഞാൻ ഇതിൽ നിന്ന് എങ്ങനെയാണ് തൗബ ചെയ്യേണ്ടത്, പ്രായശ്ചിത്തം ചെയ്യേണ്ടത്? മനസ്സിലായില്ലേ? നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു തെറ്റ് ചെയ്താൽ എന്ത് ചെയ്യണം? നമ്മൾ തൗബ ചെയ്യണം അല്ലേ, പശ്ചാത്തപിക്കണം. ഏതുപോലെ? ഇന്ന് നമ്മൾ ഒരാളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിലേ, നമ്മളൊരാളോട് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അയാളോട് എന്ത് ചെയ്യും? മാപ്പ് ചോദിക്കൂലേ? അതുപോലെ നമ്മൾ ഈ ദുനിയാവിൽ ചെയ്യുന്ന തെറ്റുകളൊക്കെ നമ്മൾ ആർക്ക് അതിക്രമം ചെയ്യുന്നതാണ്? അള്ളാഹുവിനെ അതിക്രമം ചെയ്യുന്നതാണ്. സഹാബി ആ വന്ന അയാളോട് ചോദിച്ചത്, നിങ്ങളുടെ ഉമ്മ ജീവനോടുണ്ടോന്നാ, നിങ്ങളുടെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോന്നാ. എന്തിനായിരിക്കും ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടാകുക? നമ്മളുടെ പാപങ്ങൾ പൊറുക്കാനുള്ള ഏറ്റവും വലിയൊരു വഴി നമ്മുടെ ഉമ്മയാണ്. രണ്ട് കാര്യങ്ങൾ നോക്കി നിൽക്കുമ്പോഴാണ് വെറുതെ നോക്കുന്നതിന് പോലും പ്രതിഫലമുള്ളത്. അതിലൊന്നെന്താണ്? ഉമ്മയെ നോക്കുന്നതിനാണ് യഥാർത്ഥത്തിൽ. എന്നാൽ ആ ഉമ്മയെ നമുക്ക് എത്രത്തോളം അറിയാൻ കഴിഞ്ഞു? ഇന്ന് ഈ ലീവിന് പോയപ്പോ നിങ്ങൾ ഇന്ന് ഇവിടത്തേക്ക് ഒരാഴ്ച കഴിഞ്ഞ് വരുമ്പോൾ ചില കാര്യങ്ങൾ നിങ്ങൾ കണക്ട് ചെയ്യണം, ചില കാര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കണം. ആ ചിന്ത നിങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാനുള്ളതാണ്. മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? സാഹിത്യം പോലെ തോന്നുന്നുണ്ടോ? ഇല്ല. ഉവൈസുൽ ഖർണി എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. കേട്ടിട്ടില്ലേ? ഉവൈസുൽ ഖർണി ധാരാളം കേട്ടിട്ടുണ്ടാവും. കേട്ടിട്ടില്ലേ? ഉമ്മയെ വല്ലാതെ സ്നേഹിച്ച മനുഷ്യനാണില്ലേ? റസൂലുള്ളാന്റെ കാലത്ത് ജീവിച്ചിരിപ്പുണ്ടായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ കാണാൻ ഭാഗ്യം ഉണ്ടായിട്ടില്ല. എന്തായിരുന്നു?
ഉമ്മയെ ഖിദ്മത്ത് ചെയ്ത് കഴിഞ്ഞു. അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ പോലും കഴിഞ്ഞിട്ടില്ല. ഇതിന്റെ പേരിൽ ഉമ്മയെ ഖിദ്മത്ത് ചെയ്തതിന്റെ പേരിൽ. എന്നാൽ ആ മനുഷ്യനെ പറ്റിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ? ഉവൈസുൽ ഖർണിയെ നിങ്ങൾ കണ്ടാൽ, യമനിലുള്ള ഉവൈസുൽ ഖർണിയെ നിങ്ങൾ കണ്ടാൽ അയാളോട് നിങ്ങൾ ദുആ ചെയ്യാൻ പറയണം. അയാളുടെ ദുആ അള്ളാഹു സ്വീകരിക്കും. എന്തിന്റെ പേരിലാണ് അത് ലഭിച്ചത്? ഉമ്മാനെ ഖിദ്മത്ത് ചെയ്തു എന്നതിന്റെ പേരിൽ. അതെന്തും ആയിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, നമ്മുടെ ഉമ്മ എന്തുമായിക്കോട്ടെ, ആ ഉമ്മാനെ ഖിദ്മത്ത് ചെയ്യാൻ നമ്മളെ കൊണ്ട് കഴിയണം. ഒരിക്കലും ആ ഉമ്മാനെ ആട്ടിപ്പായിക്കുന്നവരായിട്ട് നമ്മൾ മാറാൻ പാടില്ല. ഇന്ന് ഈ അടുത്ത് ഒരു ഉസ്താദ് പറയുന്ന ഒരു സംഭവം, ഉസ്താദിന്റെ അടുത്ത് ഒരാൾ വന്നിട്ട് പറഞ്ഞു, അയാളുടെ കല്യാണം കഴിഞ്ഞതാണ്, അയാളുടെ ഭാര്യയും ഉമ്മയും ഒരുമിച്ചാണ് ഒരു വീട്ടിൽ നിൽക്കുന്നത്, അല്ലെ? മനസ്സിലാകുന്നല്ലേ പറയുന്നത്? ഒരുമിച്ച് വീട്ടിൽ നിൽക്കുന്ന സമയത്ത് ഉമ്മ വയസ്സായ ഉമ്മയാണ്. അപ്പൊ ഉമ്മാക്ക് എന്തുണ്ട്? കുറെ, നമ്മുടെ ഭാഷ പറഞ്ഞാൽ കുരുത്തക്കേടുകളുണ്ട്. എന്താണ് കുരുത്തക്കേട്? നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ ഒന്നല്ല. എൻ്റെ ഭാര്യ വീട് മുഴുവൻ വൃത്തിയാക്കി കഴിഞ്ഞാൽ എൻ്റെ ഉമ്മ അവിടെയൊക്കെ പോയിട്ട് തുപ്പുയിടും. എന്ത് ചെയ്യും? ആ തുടച്ച വൃത്തിയാക്കിയ ഭാഗങ്ങളൊക്കെ എന്ത് ചെയ്യും? പോയിട്ട് തുപ്പിയിടും. നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്, അല്ലേ? നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നുണ്ട്? അങ്ങനെ ഇല്ല. എന്നിട്ട് ഇയാൾ വന്നിട്ട് പറയാണ്, അങ്ങനെ ഉമ്മ തുപ്പിയിട്ട് കഴിഞ്ഞാൽ ഞാൻ വീട്ടിലേക്ക് വരും, എന്നിട്ട് ഞാനൊരു വടിയെടുക്കും, എന്നിട്ട് ഞാൻ ഉമ്മാനെ പേടിപ്പിക്കും. എങ്ങനെ? അടി കിട്ടണോ എന്ന് ചോദിച്ചിട്ട് ഞാൻ ഉമ്മാനെ എന്ത് ചെയ്യും? പേടിപ്പിക്കും. എന്നാ ഉമ്മ കുറച്ച് ദിവസം എന്ത് ചെയ്യൂല, അത് ചെയ്യൂല. ഉസ്താദ് അത്ഭുതത്തോടു കൂടി പറയുന്ന ഒരു, വേദനയോട് പറയുന്ന ഒരു മറുപടി ഉണ്ട്. ആ ഉമ്മ എത്ര തുപ്പുന്നു, ആ തുപ്പല് നിങ്ങൾ കൈകൊണ്ട് വൃത്തിയാക്കണം. ഉമ്മ അത്രയും വലിയ തെറ്റാണ്, ദ്രോഹമാണ് ചെയ്യുന്നത് എന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിലും നീ ഉമ്മാരോട് എന്ത് ചെയ്യാൻ പാടില്ല? അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാ ഒരു ഉമ്മാന്റെ മഹത്വം എന്ന് പറയുന്നത് എത്രയാണെന്ന്. ഈ ഒരാഴ്ച നമ്മൾ വീട്ടിൽ പോയി നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ ഉമ്മാക്ക് വേണ്ടി നമ്മൾ ചെയ്ത ഖിദ്മത്ത് എന്താണ്? നമ്മളിങ്ങനെ കുറെ വാചാലമായിട്ട് സംസാരിച്ചിട്ട് കാര്യമില്ല. തൊട്ടറിയാൻ അവർക്ക് വേണ്ടി എന്ത് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അവർക്ക് വേണ്ടി എപ്പോഴും നമുക്ക് നന്മകൾ ചെയ്യാൻ കഴിയും, അല്ലേ? ഉമ്മ ഉണ്ടെങ്കിലും ഉമ്മ മരണപ്പെട്ടാലും ഉമ്മക്ക് വേണ്ടി നമുക്ക് നന്മ ചെയ്യാൻ കഴിയും. എങ്ങനെയാണ്? നമ്മൾ ഇവിടുന്ന് ചെയ്യുന്ന ഓരോ നന്മകൾക്കും നല്ല കാര്യങ്ങൾക്കും ആർക്ക് പ്രതിഫലം ലഭിക്കും? ഖബറിലുള്ള ഉമ്മാക്ക് പ്രതിഫലം ലഭിക്കും. നമ്മൾ ഇവിടുന്ന് ഒരു തെറ്റ് ചെയ്താലോ അതിനും കിട്ടും അവിടെ പണി. അതറിഞ്ഞാൽ ഏതെങ്കിലും ഒരുത്തൻ തെറ്റ് ചെയ്യോ? ചെയ്യൂല. ഖബറില് ഒരവസ്ഥയുണ്ട്. ചില മാതാപിതാക്കൾ പൊട്ടിപ്പൊട്ടിക്കരയാണ്. എന്തിനെന്നറിയോ? അവര് വേദനയോടെ പറയാണ്, എൻ്റെ മക്കളൊന്നും മരിപ്പിക്കോ. എന്തിനാന്നറിയോ അവര് മരിപ്പിക്കോ എന്ന് ചിന്തിച്ചതും ആലോചിച്ചതും ദുആ ചെയ്തതും? അവർ ഈ ദുനിയാവിൽ ചെയ്തു കൂട്ടുന്നതിന്റെ പേരിൽ ഖബറിൽ അവർക്ക് ശിക്ഷ ലഭിക്കുന്നു. ഇനഊദുബില്ലാ, അല്ലാഹു നമ്മളെല്ലാവരും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ നമുക്ക് പണി കിട്ടും എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ പേടി ഉണ്ടാവില്ല, അല്ലേ? എന്നാൽ നമ്മൾ ഇടുന്നതിന്റെ പേരിൽ അവിടെ വീട്ടിലുള്ള ഉമ്മാക്ക് എന്ത് ചെയ്യാവും എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യോ? അനങ്ങും? നമ്മൾ ഒരു പിടി അനങ്ങില്ല. എന്നാൽ ആ ഉമ്മയുള്ള കാലത്ത് ഉമ്മാന്റെ വില അറിയാൻ നമുക്ക് കഴിയണം. നിങ്ങൾ ലീവിന് നാട്ടിലേക്കൊക്കെ പോയപ്പോ ഉമ്മ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ടാവും. ഇതാ നിങ്ങൾ ഉണ്ടാക്കിയത്, ഇതിലും നല്ല കുളച്ച് കിട്ടും. ഇതാ നിങ്ങൾ കാര്യമായിട്ട് ഉണ്ടാക്കിയത്, ഇതിലും നല്ല നമുക്ക് രാത്രി കിട്ടാറുണ്ട് എന്നൊക്കെ പറയുന്ന നമ്മൾ ആലോചിച്ചിട്ടും പറഞ്ഞിട്ടുമില്ല യഥാർത്ഥത്തിൽ അതിൻ്റെ രുചി. ഒരു കഥ പറഞ്ഞിട്ടെ, ഒരു കഥ ശ്രദ്ധിച്ചു വെക്കൂലേ? നിങ്ങൾക്ക് കുറച്ച് ആൾക്കാർ കേട്ടിട്ടുണ്ടാവും ആ കഥ, ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഉണ്ട്. മലയാളത്തിലുള്ളൊരു കഥയാണ്. നെയ്പായസം എന്നാണ് അതിന്റെ പേര്. കേട്ടിട്ടുണ്ടോ? നെയ്പായസം കേട്ടിട്ടുണ്ടോ? നെയ്പായസം എന്നാണ് അതിന്റെ പേര്. വളരെ ചെറിയ കഥയാണ്. ഒരു വീട്ടിൽ ഒരച്ഛൻ, അമ്മ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞ ഒരു ഉപ്പ, ഉമ്മ, കുറച്ച് മക്കൾ. ഒരു ദിവസം അച്ഛൻ ജോലിക്ക് പോയി. പെട്ടെന്നൊരു ഫോൺ കോള് വരുന്നു. ഉമ്മ എന്തായിട്ടുണ്ട്? വീണ് പോയിട്ടുണ്ട്. ഉമ്മാക്കെന്തോ പറ്റിയിട്ടുണ്ട്. ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ആശുപത്രിയുടെ മുറിയുടെ പുറത്ത് ഉപ്പയും മക്കളും കാത്തു നിൽക്കുന്നുണ്ട്.
പുറത്ത് വന്ന് പറഞ്ഞത് ഉമ്മ മരണപ്പെട്ടിട്ടുണ്ട് എന്നാണ്. ഉമ്മ ഉമ്മ മരണപ്പെട്ടിട്ടുണ്ടെന്നാണ്. ബാക്കിയുള്ള കർമ്മങ്ങളൊക്കെ പൂർത്തിയാക്കി വീട്ടിലേക്ക് മടങ്ങി പോകുന്നുണ്ട്. വീട്ടിലേക്ക് മടങ്ങിപ്പോയപ്പോൾ ചെറിയ കുട്ടികളാണ്, അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, വിശക്കുന്നുണ്ട്. അപ്പം അച്ഛൻ എന്ത് ചെയ്യുന്നുണ്ട്, ഉപ്പ എന്ത് ചെയ്യുന്നുണ്ട്, അടുക്കളയിലേക്ക് പോകുന്നുണ്ട് കഞ്ഞി ഉണ്ടാക്കാൻ വേണ്ടി. അങ്ങനെ അടുക്കളയിൽ പോയിട്ട് ഓരോ പാത്രങ്ങൾ ഇങ്ങനെ മാറ്റി വെക്കുമ്പോൾ ഒരു പാത്രത്തിൽ കുറച്ച് നെയ്പായസമുണ്ട്. അപ്പൊ അതെടുത്ത് മക്കൾക്ക് കൊടുക്കാൻ ഒരു വിഷമുണ്ട്. എന്താ അല്ലെ, ഇതാക്കി വെച്ചിട്ടാണ് എന്ത് ചെയ്തത്, എൻ്റെ ഭാര്യ, കുട്ടികളുടെ ഉമ്മ മരണപ്പെട്ടത്. എന്നാലും ആ വിശന്ന് നിൽക്കുന്ന മക്കൾക്ക് ആ പായസം എന്ത് ചെയ്യുന്നുണ്ട്, നീട്ടിക്കൊടുക്കുന്നുണ്ട്. അങ്ങനെ അത് കുടിച്ചിട്ട് ആ മക്കള് പറയുന്നുണ്ട്, ഉമ്മയുടെ പായസത്തിന് എന്തൊരു രുചിയാണല്ലേ, ഉമ്മയുടെ പായസത്തിന് എന്തൊരു രുചിയാണല്ലേ. നമ്മൾ അതിൽ ആലോചിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്നറിയോ, ജീവിച്ചിരിക്കുന്ന കാലത്ത് നമ്മളത് പറഞ്ഞിട്ടുണ്ടാവില്ല. ജീവിച്ചിരിക്കുന്ന കാലത്ത് നമ്മൾ പറഞ്ഞത് ഇതിന് ഉപ്പ് കുറവായതിനാണ്, നമ്മൾ പറഞ്ഞത് ഇത് അത്ര രസമില്ല എന്നാണ്, നമ്മൾ പറഞ്ഞത് ഇതിനേക്കാൾ നല്ലത് അടുത്തുള്ള ഹോട്ടലിലുള്ള ഭക്ഷണമാണ് എന്ന് പറഞ്ഞവരാണ് നമ്മൾ എന്നുണ്ടെങ്കിൽ നമ്മൾ പ്രശ്നക്കാരാണ് മക്കളെ, നമ്മൾ പ്രശ്നക്കാരാണ്. ഇന്ന് നമ്മളിങ്ങനെ അളക്കുകയാണ്, ഇന്ന് രുചി അളന്ന് സ്വാദറിന് നമ്മൾ അതിനു വേണ്ടിയിട്ട് ഇങ്ങനെ മത്സരിക്കുകയാണ്. പറ്റൂല, പറ്റൂല. നമ്മൾ പാഠങ്ങൾ ഉൾക്കൊള്ളണം. ഇന്ന് ദുനിയാവിൽ നമ്മൾ ഉമ്മാനോട് ഭക്ഷണത്തിന്റെയോ മറ്റെന്തിന്റെയും പേരിൽ ഒരു വാക്ക് തർക്കമുണ്ടായിരുന്നെങ്കിൽ, അതിന്റെ ടേസ്റ്റിന്റെ പേരിൽ തമ്മിലൊരു വർത്താനം ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, നമ്മൾ സംസാരിച്ചത് ദുനിയാവിന്റെ ആവശ്യത്തിനാണ്. അത് നമ്മൾ സമ്മതിക്കൂല. ഫുഡിന്റെ അഭിപ്രായം പറയുന്നതിന് എന്താ എന്നാ നമ്മുടെ ഇപ്പോഴും ന്യായം. ഏതുവരെ? ആ ഭക്ഷണത്തളിക നമ്മുടെ മുന്നിലേക്ക് ഇനി ഒരിക്കലും കടന്നു വരില്ല എന്നുള്ള അവസ്ഥയിലേക്ക് എത്തുന്നത് വരെ എന്നുള്ളതാണ് എന്ത് ചെയ്യേണ്ടത്, ഇതിലൂടെ നമ്മൾ അറിയേണ്ടത്. ചെറിയൊരു കഥയാണ്, സംഭവമൊന്നുമല്ല, കഥ. എന്നാൽ ആ കഥ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ ചില പാഠങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എന്നിട്ടും എന്തേ നമ്മുടെ ഉമ്മയെ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല? ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഉമ്മയുടെ ഒരു പ്രത്യേകത, ഇപ്പൊ ഞാൻ നിങ്ങൾ ഓരോരോട് ചോദിച്ചാൽ നിങ്ങൾക്ക് കുറേ ചങ്ങായിമാരില്ലേ ഇവിടെ? നിങ്ങൾക്ക് ഓരോ ചങ്ങായിമാരില്ലേ അല്ലേ? ഇവരൊക്കെ എങ്ങനെയാണ് നിങ്ങളോട് ബന്ധവും എങ്ങനെയാണ് ചങ്ങാതിമാരും ആയത്? നിങ്ങളെ പേരറിഞ്ഞിട്ടല്ലേ അല്ലേ? പേര് അല്ലേ? പിന്നെയോ നിങ്ങളുടെ സ്വഭാവം അല്ലേ? നിങ്ങളുടെ പെരുമാറ്റം, നിങ്ങൾ എന്താണ് എന്ന് പറഞ്ഞപ്പോഴല്ലേ നിങ്ങൾ ആളുകൾ അടുപ്പിച്ചത്? നിങ്ങളിങ്ങനെ ആരും മൈൻഡാക്കാതെ പോയ നിങ്ങളവിടെ ആരെങ്കിലും സംസാരിക്കുമോ? ഇന്ന് നിങ്ങളെപ്പോഴും ഇവിടെ ബന്ധമുള്ള നിങ്ങളൊക്കെ ചങ്ങായിമാരാണല്ലോ, നിങ്ങളൊക്കെ ചങ്ങായിമാരാണ്, എനിക്കറിയാം. അതൊക്കെ ഉണ്ടായത് എന്തുകൊണ്ടാണ്? നമ്മൾ ഇങ്ങനെയുള്ള ഒരാളായതുകൊണ്ടാണ് അല്ലേ? നിങ്ങളോട് തന്നെ ഞാൻ എടാ നീ എന്താ ഓൻ്റെ പുറം നടക്കുന്നതൊക്കെ നിങ്ങൾ അറിയില്ലേ, ഓൻ ഇങ്ങനെയുള്ള ഒരു ഗുണമുണ്ട്, ഇങ്ങനെയൊന്നും ഇതില്ല. എന്നാൽ യഥാർത്ഥത്തിൽ നമ്മുടെ ഉമ്മയും ഉപ്പയും അങ്ങനെ എന്തെങ്കിലും കൊണ്ടാണോ നമ്മളെ സ്നേഹിച്ചത്? അതാണ് അവർ ഏറ്റവും വലിയ പ്രത്യേകത. ഒന്നുമില്ലായ്മയിൽ നിന്നാണ് അവരെ നമ്മളെ സ്നേഹിച്ചത്. മനസ്സിലാണേ? നിങ്ങൾക്ക് പോയിന്റ് മനസ്സിലാക്കണേ. ഇതുകൂടി പറഞ്ഞാൽ അവസാനിപ്പിക്കാൻ. പോയിന്റ് മനസ്സിലാക്കണേ. ഒന്നുമില്ലായ്മ, നമുക്കൊന്നുമില്ല അല്ലേ? നമ്മുടെ സൗന്ദര്യം നോക്കിയിട്ടാണോ അവർ നമ്മളെ സ്നേഹിച്ചത്? അല്ല. നമ്മുടെ കഴിവ് കണ്ടിട്ടാണോ അവർ നമ്മളെ സ്നേഹിച്ചത്? അല്ല. മറിച്ച് നമ്മളെ എന്തെങ്കിലും ഒന്നായിട്ടാണോ അവർ നമ്മളെ സ്നേഹിച്ചത്? അല്ല. ഒന്നുമില്ലായ്മയിൽ നിന്ന് അവരെന്ത് ചെയ്തു? നമ്മളെ സ്നേഹിച്ചു. അതാണ് അവർ നമ്മളെ സ്നേഹിക്കും എന്നുള്ളതിന്റെ ഒരു സർട്ടിഫിക്കറ്റ്, ഉറപ്പ്. നമ്മൾ തിരിച്ചോ? ഇന്ന് എന്ത് പറഞ്ഞിട്ടാ നമ്മൾ വീട്ടിൽ നിന്ന് ഇങ്ങോട്ടൊക്കെ വന്നത്? കഴിഞ്ഞു ഇവിടുത്തെ നരക ജീവിതം, ഇനി ഞാൻ സ്വതന്ത്രനായിട്ട് പോവാണ് എന്നാണെന്നുണ്ടെങ്കിൽ അല്ല, അതാണ് സ്വർഗം. അവിടെയാണ് നമുക്ക് സ്വർഗമുള്ളത്. നമ്മൾ ജീവിതത്തിൽ ചെയ്യുന്ന പാപങ്ങൾ പൊറുക്കാൻ നമ്മുടെ ഉമ്മ വലിയൊരു കാരണമാണ്. ഉമ്മാക്ക് ചെയ്യുന്ന നന്മ വലിയ പ്രതിഫലാർഹമാണ്. ലീവിന് മുൻപ് പോകുന്നതിന് മുന്നേ നിങ്ങൾക്ക് അത് പറഞ്ഞു തന്നത് ലീവിൽ നിങ്ങളിൽ ഉണ്ടാകുന്ന ഒരു വ്യക്തിത്വം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ലീവ് കഴിഞ്ഞിട്ട് വന്ന മക്കളെ നിങ്ങളോട് ഇത് പറഞ്ഞിരുന്നത് എന്തിനാണെന്നറിയോ?
എന്തിനാന്നറിയോ? ഇനിയുള്ള ഈ പഠന കാലയളവുണ്ടല്ലോ, അത് ഏറ്റവും നല്ല രൂപത്തിൽ മുന്നോട്ട് പോകാനാണ്. ഒരു ദിവസം ഒരു വാപ്പ 6ാം ക്ലാസ് പഠിക്കുന്ന മോളെ സ്കൂളിൽ കൊണ്ടുവിട്ടതാണ്. തിരിച്ചു കൂട്ടാൻ വരാന്ന് പറഞ്ഞിട്ടാണ് വാപ്പ എന്ത് ചെയ്തത്, തിരിച്ചു പോയത്. എന്നാൽ 11 മണി 11:30 ആകുമ്പോൾ ആ കുട്ടിയെ കുറച്ച് ആളുകൾ വന്നിട്ട് കൂട്ടി കൊണ്ടുപോകുന്നുണ്ട് വീട്ടിലേക്ക്. പോകുമ്പോൾ സെൻട്രൽ ഹാളിൽ കാണുന്നത് കട്ടിലിൽ വാപ്പ വെള്ളപ്പുതപ്പിൽ കിടക്കുന്നതാണ്. ഒന്നും ശാശ്വതമല്ല. കിട്ടുന്ന സമയത്തുണ്ടല്ലോ അതിനെ മുതലെടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയും. ഒന്നും ശാശ്വതമല്ല. ഇന്ന് നടന്ന മനുഷ്യനാണ്, നാളെ നടക്കൂല. ഇന്ന് സംസാരിച്ച മനുഷ്യൻ അടുത്ത നിമിഷം സംസാരിക്കണം എന്നില്ല മക്കളെ. ഇന്ന് നമ്മൾ ഖുർആൻ ഓതുന്നുണ്ട്, നാളെ നമുക്ക് ഖുർആൻ ഓതാൻ കഴിയണമെന്നില്ല. നമുക്ക് അള്ളാഹു തന്ന വലിയ തൗഫീഖാണ്. ഖുർആനിലേക്ക് അടുക്കാൻ, ഖുർആൻ പാരായണം ചെയ്യാൻ, അത് മനഃപ്പാഠമാക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒന്നും ലഭിക്കുന്നതല്ല. നമ്മൾ ഓരോരുത്തരും നമ്മളെ പറ്റി മാത്രം ഒന്ന് ചിന്തിച്ചാൽ മതി. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഇല്ലേ, നിങ്ങളെപ്പറ്റി മാത്രം ഒന്ന് ചിന്തിച്ചാൽ മതി. ആലോചിക്കണം, ചിന്തിക്കണം. പടച്ചോൻ തന്ന അനുഗ്രഹം ആണ് ഖുർആൻ പഠനം എന്ന് പറയുന്നത്. അതിന് നമുക്ക് അവസരം ഒരുക്കി തന്നത് നമ്മുടെ വാപ്പയും ഉമ്മയാണ്. അവരുടെ വില നമ്മൾ മനസ്സിലാക്കിയാൽ എന്ത് ചെയ്യാൻ കഴിയുള്ളൂ? അവര് നമുക്ക് തന്ന ഇത് നമുക്ക് മനസ്സിലാവുള്ളൂ. സത്യസന്ധമായിട്ട് ഞാൻ പറയാലോ മക്കളെ, നിങ്ങൾ ഇന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നിങ്ങളുടെ ഇക്കാക്ക അവിടെ ഉണ്ടാവും, നിങ്ങളുടെ ഇത്താത്ത അവിടെ ഉണ്ടാവും, ബാക്കി കുടുംബക്കാരവിടെ വീട്ടിലുണ്ടാവും, അവർക്ക് അവിടെ ഫംഗ്ഷൻ ഉണ്ടാവും, ആഘോഷം ഉണ്ടാവും. നിങ്ങൾ എന്താ കരുതുന്നത്? നിങ്ങളുടെ വാപ്പാക്കും ഉമ്മാക്കും നിങ്ങളതിൽ പങ്കെടുക്കുന്നതും നിങ്ങളവിടെ വീട്ടിൽ നിൽക്കുന്നതൊക്കെ ഒരു ബാധ്യതയായിട്ടാണെന്നോ നിങ്ങൾ കരുതുന്നത്? ഒരിക്കലുമല്ല. ഞാൻ ഉറപ്പിച്ചു പറയും, ഇന്ന് നിങ്ങൾ അയച്ച് അവര് ഇന്ന് കരഞ്ഞിട്ടുണ്ടാവും. അവരിത്ര ദിവസവും നിങ്ങളെ കിടത്തി ഉറക്കി നിങ്ങൾക്ക് വേണ്ട ഭക്ഷണം തന്ന് ഉറപ്പിച്ചു തന്ന ആ ഉമ്മയും ഉപ്പയും ഇന്നൊന്ന് മനസ്സ് പെടയും. അതാണ് ഉമ്മയും ഉപ്പയും. നമ്മളെ ഇഷ്ടമല്ലായിട്ടല്ല ഇങ്ങോട്ട് കൊണ്ടുകൂട്ടത്, നമ്മളെ വേണ്ടാത്തോണ്ടല്ല ഇങ്ങോട്ട് കൊണ്ടുപോകുന്നത്. നമ്മളെയാണ് അവർക്ക് വേണ്ടത് എന്നുള്ളതുകൊണ്ടാണ്, നമ്മളെയാണ് അവർക്ക് ഏറ്റവും ഇഷ്ടം എന്നുള്ളതുകൊണ്ടാണ്. അതറിഞ്ഞുകൊണ്ട് ഖുർആൻ പഠനത്തിലേക്ക് കടക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയണം. ആ വാപ്പയും ഉമ്മയും നമുക്കൊരു അവസരം നൽകുകയാണ്. അള്ളാഹു അതിനുള്ള തൗഫീഖ് നൽകുകയാണ്. അതിനേറ്റവും നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ ഈ പഠന കാലയളവ് നിങ്ങൾ ഉപയോഗിക്കണം. ചെറിയൊരു പൾസാണ്, ചെറിയൊന്ന് പുള്ളിയാണ് നിങ്ങൾ, മനസ്സിലായില്ലേ? ലീവൊക്കെ കഴിഞ്ഞിട്ട് മറ്റു പല മെന്റാലിറ്റിയിൽ നിന്നും മറ്റു പല അവസ്ഥകളിൽ നിന്നും വന്ന ആളുകളാണ് നിങ്ങൾ, അല്ലേ? ഇപ്പൊ നിങ്ങള് ചെറിയ കുട്ടികളാണില്ലേ, ഫുട്ബോൾ കളി കാണുന്ന ആളുകൾ ഇഷ്ടം പോലെ ഇവിടെ ഉണ്ട്, അല്ലേ? ക്രിക്കറ്റ് കളി കാണുന്ന ഇഷ്ടം പോലെ ആളുകളുണ്ട്. മറ്റു പല കാര്യങ്ങളോടും, നാട്ടിലുള്ള വയലിൽ കളിക്കുന്നത്, അങ്ങനെ തുടങ്ങി പല കാര്യങ്ങളോടും ഭയങ്കര ഇഷ്ടമുള്ള ആളുകളാണ് നിങ്ങൾ, നമുക്കറിയാം. എന്നിട്ടും എന്തേ അതൊക്കെ മാറ്റി നമ്മൾ ഇങ്ങോട്ട് വന്നു? എന്തേ അതൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മുടെ വാപ്പയും ഉമ്മയും നമ്മൾ ഇങ്ങോട്ടേക്ക് അയച്ചു? ഈ ഖുർആൻ അതുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് തന്നെ മക്കളെ, ഞാൻ പറഞ്ഞു തുടങ്ങിയത് ഉമ്മയെ പറ്റിയിട്ടാണ്. ലീവിന് പോകുന്നതിന് മുന്നും ലീവിന് ശേഷവും വന്ന് പറയുന്നത് നിങ്ങളിൽ എപ്പോഴും ആ ബോധം ഉണ്ടാകാനാണ്. നമ്മളിവിടെ വന്നത് കളിക്കാനല്ല, ചിരിക്കാനല്ല, നമ്മുടെ സമയം പാഴാക്കാനല്ല, മറിച്ച് നമ്മുടെ ഉമ്മയുടെ, നമ്മുടെ വാപ്പയുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. അവർക്ക് നാളെ കിരീടം നൽകാനാണ് ഞാൻ ഇന്ന് ഇവിടുന്ന് പണിയെടുക്കുന്നേ എന്നുള്ള ബോധം വന്നാൽ, അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്ക്, നിങ്ങൾ ഇവിടെ നിന്നാൽ, നിങ്ങൾ ഇവിടുന്ന് ഒരായത്ത് പഠിച്ചാൽ 10,000 ഉറുപ്പ്യ നിങ്ങളുടെ വാപ്പാക്കും ഉമ്മാക്കും കൊടുക്കുന്നു പറഞ്ഞാൽ നിങ്ങൾ ഒരു ദിവസം എത്ര ആയത്ത് പഠിക്കൂലേ? 10,000 ഉറുപ്പ്യ കൊടുക്കുന്ന വിചാരിക്കും ഒരായത്ത് പഠിക്കുന്നതിന്. എന്നാ ഞാൻ പറയട്ടെ, നമ്മള് ഒരു ഹർക്കത്തിലെ ഒരക്ഷരം പാരായണം ചെയ്യുമ്പോ 10 നന്മകളല്ലേ നമുക്ക് ലഭിക്കുന്നത്? ഒരു നന്മ എന്ന് പറയുന്നത് പണ്ഡിതന്മാര് പറയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഒരു നന്മ എന്ന് പറഞ്ഞാൽ എത്രയെന്നറിയോ? അത് ആകാശഭൂമികളെക്കാൾ വലിപ്പമുള്ളതാണ് ഒരു നന്മ. അങ്ങനെ 10 നന്മകൾ അത് നമ്മുടെ വാപ്പാക്കും ഉമ്മാക്കും ഇങ്ങനെ കടന്നു പോവാണ്. എന്നിട്ട് എന്തേ അത് അറിഞ്ഞുകൊണ്ട് നമുക്ക് പാരായണം ചെയ്യാൻ കഴിയുന്നില്ല, മനഃപ്പാഠമാക്കാൻ കഴിയുന്നില്ല, അതിനനുസരിച്ച് ജീവിക്കാൻ നമ്മളെ കൊണ്ട് കഴിയുന്നില്ല?
പറയുന്നത് നിങ്ങളുടെ മനസ്സിൽ കൊത്തിവെക്കണം കേട്ടോ. ഇങ്ങനെ ഇൻഷാ അല്ലാഹ് നമുക്ക് ഇനി ഇടയ്ക്ക് ഇരിക്കണം അല്ലേ, ഒരാഴ്ചക്ക് ഒരു ദിവസമൊക്കെ ഇങ്ങനെ ഇരിക്കണം അല്ലേ. പക്ഷെ അതൊരു 3-4 ദിവസം കൂടുമ്പോൾ ഒരാഴ്ചക്ക് ഒരു ദിവസം നമുക്ക് ഇങ്ങനെ ഇരിക്കണം. വളരെ കുറച്ച് കാര്യങ്ങൾ അത് നിങ്ങളുടെ മനസ്സിൽ കുത്തിവെക്കുക. തമാശ കളിക്കാനല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ചർച്ച ചെയ്യാനല്ല. ഇതൊന്നും ഞാൻ പറയാലോ, ഇതൊന്നും നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യണ്ട. ഈ ക്ലാസ്സിൽ പറയുന്ന ഒരു കാര്യത്തെ പറ്റി നിങ്ങൾ ഒരു അഭിപ്രായവും പറയണ്ട, ഒരഭിപ്രായവും ആർക്കും കേൾക്കുകയും വേണ്ട. ഇവിടെ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ കുത്തിവെച്ച് നിങ്ങൾ മാത്രം ആലോചിക്കുക. ഇത് തമാശിക്കാൻ വേണ്ടിയിട്ടല്ല, ഇത് വെറുതെ ആലോചിച്ച് ചിരിക്കാനുള്ളതല്ല, ഇത് വെറുതെ സമയം പാഴാക്കാനല്ല, ഇത് ഇനി വരുന്ന സമയങ്ങൾ ഉപയോഗപ്പെടുത്താനുള്ള വളരെ ചെറിയ ഒരു മരുന്നായിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ കാണണം. അള്ളാഹു ഖുർആൻ ഏറ്റവും നല്ല രൂപത്തിൽ പഠിക്കാനും അത് മനസ്സിലാക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവരും എന്ത് ചെയ്യുക, ആയില്ലേ? ഒളു എടുത്തില്ലേ? അതിനാ ഞാൻ ഒളു എടുക്കാൻ പറഞ്ഞത്. ഒളു എടുത്തില്ലേ? എല്ലാവരും പോയി മാറ്റിയിട്ട് കിടന്നു.